girls with their nails done now. Hello guys, it's me Gopikrishna. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ ബഡ്ജറ്റ് റേഞ്ച് ഫോൺ 10,000 റുപ്പീസിന് താഴെയുള്ള ബഡ്ജറ്റ് റേഞ്ച് ഫോൺ എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ അതിൽനിന്ന് ഒരു ഫോൺ സെലക്ട് ചെയ്തിരുന്നു A10s. അപ്പോൾ നമ്മളിന്ന് ആ ഫോണാണ് അൺബോക്സ് ചെയ്യുന്നത്. ഞാൻ അതിങ്ങ് വാങ്ങിച്ചു, അതിങ്ങ് എടുത്തു. അപ്പോൾ ആ ഫോണാണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അതിൻ്റെ സ്പെസിഫിക്കേഷൻസും ഈ വീഡിയോ തന്നെ ഞാൻ അതിൻ്റെ സ്പീഡ് ടെസ്റ്റും ഫിംഗർ പ്രിൻറ്റിൻ്റെയും ക്യാമറ ടെസ്റ്റും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ വലിയ ഫോർമാലിറ്റി അൺബോക്സിംഗ് ഒന്നുമില്ല, നമ്മൾ സാധാരണ നേരത്തെ ജസ്റ്റ് യൂസ് ചെയ്തു. അപ്പോൾ യൂസർ റിവ്യൂയും കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കേസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡിവൈസ് കിട്ടും. നമുക്ക് കാണാം ഒരു ഗ്രീനിഷ് ബ്ലൂ കളറൊക്കെയാണ്, ഒരു വെറൈറ്റി കളറാണ്. അപ്പോൾ നമുക്ക് ഫോണിലോട്ട് വരാം. അതിന് മുമ്പ് നമുക്ക് ഇതിനകത്ത് കേസിനകത്ത് എന്തൊക്കെ നമ്മുടെ ഇതിനകത്ത് കവറിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. നമുക്കറിയാം 10,000 രൂപയ്ക്ക് താഴെയുള്ള ഫോൺസിനകത്തൊന്നും കേസ് ഒന്നും വരുന്നില്ല, അതിനകത്ത് ജസ്റ്റ് യൂസർ മാനുവലൊക്കെയാണ്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു ചാർജർ വരുന്നുണ്ട്. ഫാസ്റ്റ് ചാർജറൊന്നുമല്ല, 2 റേറ്റിംഗ് ഒക്കെയുള്ള ചാർജറാണ് സാംസങ്ങിൻ്റെ. പിന്നെ അത് സാധാ മൈക്രോ USB കേബിളാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മൈക്രോ USB കേബിൾ. അപ്പോൾ അതിൻ്റെ പ്രത്യേകം ഇത് 10,000 റുപ്പീസിന് താഴെ C ടൈപ്പ് വരുന്ന ഫോൺസ് ഉണ്ട്, എന്നാലും അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് കാണാം. മൈക്രോ USB കേബിളാണ് ചാർജിങ് കേബിളായിട്ട് വരുന്നത്. പിന്നെ ഒരു സിം ഇജക്റ്റിംഗ് ടൂളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ ഫോൺ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രാപ്പൊക്കെ ജസ്റ്റ് റിമൂവ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒട്ടിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം ഓവർവ്യൂ നോക്കാം. നല്ലൊരു കളറാണ്. ആദ്യം പറയായിട്ട് എടുത്തറിയാൻ പറ്റുന്ന നല്ലൊരു കളറാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. നല്ലൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ലൊരു പ്രീമിയം ഫീലാണ് ഇതിന് നമുക്ക് സാംസങ് ഗാലക്സി A10s നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ റിയർ സൈഡ് നോക്കുകയാണെങ്കിൽ ഒരു സാധാ മൈക്രോ USB കേബിൾ കുത്താനുള്ളൊരു പോർട്ട് ലഭിക്കുന്നു. പിന്നെ നമുക്കൊരു സ്പീക്കർ ഗ്രില്ലും പിന്നെ നമുക്കൊരു 3.5 mm ഓഡിയോ ജാക്ക് നമുക്ക് ലഭിക്കുന്നു. ഇതിൻ്റെ റൈറ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ജസ്റ്റ് ഒരു പവർ ബട്ടണും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെങ്കിൽ സംതിങ് നമുക്കൊരു വോളിയം റോക്കേഴ്സും പിന്നെ ഒരു സിം ഇജക്റ്റിൻ്റെ ഒരു സ്പേസും കൂടെ നമുക്കിതിനകത്ത് ലഭിക്കുന്നു. ബാക്ക് സൈഡിൽ ഞാൻ എടുത്ത് പറയാനുള്ളത് ഒരു ഫിംഗർ പ്രിൻ്റാണ് നമുക്കിതിനകത്ത് ലഭിക്കുന്നത്. കാണാൻ സാധിക്കും നല്ലൊരു ഫിംഗർ പ്രിൻറ്റ് നമുക്കൊരു അതായത് ഹൊറിസോണ്ടലായിട്ട് നമുക്കിതിനകത്ത് ലഭിക്കുന്നുണ്ട്. മറ്റേതെല്ലാം ഫോണിനകത്ത് വെർട്ടിക്കലായിട്ട് ഓവൽ ഷേപ്പിലാണെങ്കിൽ ഇത് തിരിച്ചാണ് ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതൊരു വേറൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നു. ബാക്ക് സൈഡിൽ ഡ്യുവൽ ക്യാമറയും ഒരു ഫ്ലാഷും നമുക്ക് റിയർ സൈഡിൽ ലഭിക്കുന്നു. അത് നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എല്ലാം ബൂട്ടപ്പ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ടപ്പായി വന്നിരിക്കുകയാണ്. നമുക്കിതിനകത്ത് ഫീച്ചേഴ്സൊക്കെ നോക്കാം. നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ 6.2 ഇഞ്ചിൻ്റെ നല്ലൊരു വാട്ടർ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്, ഇൻഫിനിറ്റി V ഡിസ്പ്ലേ. നല്ലൊരു പ്രീമിയം ഫീൽ നമുക്ക് ഇതിനകത്ത് നൽകുന്നു. നമുക്കിനി ഇതിൻ്റെ ഓവറോൾ സെറ്റപ്പൊക്കെ നോക്കാം. നമുക്ക് അതിൻ്റെ സെറ്റിങ്സ് നോക്കിയിട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. ആദ്യം നമുക്ക് ബാറ്ററി തന്നെ നോക്കിയേക്കാം. ബാറ്ററി 4000 mAh നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി നമുക്കിതിനകത്ത് ലഭിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്ത് ഇതിൻ്റെ UI നോക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ തന്നെ 1 UI, അത് നല്ലൊരു പ്രീമിയം ഫീൽ നമുക്കിതിനകത്ത് ലഭിക്കുന്നു. പിന്നെ ഇതിൻ്റെ ആൻഡ്രോയിഡ് വെർഷൻ വരികയാണെങ്കിൽ 9 Pie തന്നെയാണ് ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ റാം വേരിയൻറ്റ് ഞാൻ പറഞ്ഞിരുന്നു 2GB 32GB ആണ് ഇതിൻ്റെ റാം വേരിയൻറ്റ്. അത്യാവശ്യം എക്സിനോക്സിൻ്റെ നല്ലൊരു പ്രൊസസ്സറാണ്, അതുകൊണ്ട് അത്യാവശ്യം ഹാങ് ഒന്നുമില്ല, ലാഗ് ഒന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇനിയും ഇതിൻ്റെ ഗെസ്റ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെസ്റ്റർ, അതായത് ഫുൾ സ്ക്രീൻ, അതായത് നോച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗെസ്റ്റർ നമുക്കിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. കാണാൻ സാധിക്കും, കണ്ടോ, ഗെസ്റ്റർ അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് വേണമെങ്കിൽ നമുക്കിത് ഹൈഡ് ചെയ്തിടാം, അപ്പോൾ കുറച്ചൊരു ഫീൽ കിട്ടും. ഇത്രയാണ് നമ്മുടെ ഫോണിൻ്റെ ഓവർവ്യൂ നോക്കുന്നത്. നമുക്ക് അടുത്ത് ഇനി ക്യാമറ ടെസ്റ്റും ഇൻ ഡിസ്പ്ലേ അല്ല, എൻ്റെ ഫിംഗറാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫിംഗറാണ് അതിനകത്ത് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫിംഗറിൻ്റെ സ്പീഡും ക്യാമറയും കൂടെ നോക്കാം. അപ്പോൾ അടുത്ത് നമ്മൾ ക്യാമറയാണ് നോക്കുന്നത്. അപ്പോൾ ക്യാമറ നമ്മൾ ജസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു ഫിനിഷിങ്, അതായത് നമുക്കൊരു 13 MP പക്കയായിട്ട് തന്നെ തോന്നുന്നു. എന്നാലും സൂമിങ്ങിന് വലിയൊരു പ്രാധാന്യം നൽകുന്നില്ല. സൂമിങ് ആകുമ്പോൾ നല്ല ഇച്ചിരി ഒരു മങ്ങൽ വരുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ആ സാധാ മോഡൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. ഇതിനകത്ത് ജസ്റ്റ് ചെറിയൊരു വൈഡ് ആംഗിൾ ഒന്നും പറയാൻ പറ്റത്തില്ല, ജസ്റ്റ് ചെറിയൊരു സൂം ഔട്ട് സൂമിങ് എന്നൊരു മോഡ് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നു. പിന്നെ അതിനകത്ത് ബാക്ക് സൈഡിൽ വീഡിയോ മോഡ് ലഭിക്കുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റ് ഒരു സൂം ഔട്ട് സൂമിങ് ഉണ്ട്. പിന്നെ നമുക്ക് ലൈവ് ഫോക്കസ് ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും, കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് നല്ലതുപോലെ ബ്ലർ ആകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിന് നമുക്ക് എഫക്റ്റ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് പ്രോ മോഡ്, സാംസങ്ങിൻ്റെ എല്ലാ സാധാരണ ഫോൺസിലും നമുക്ക് പ്രോ മോഡ് അറിയാം. നമുക്ക് അതിൻ്റെ വൈറ്റ് ബാലൻസും ഒക്കെ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ പനോരമ മോഡാണ്. അപ്പോൾ അടുത്തെന്ന് പറയുന്നത്
സെൽഫിയാണ്. അപ്പോൾ സെൽഫിക്ക് നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഓട്ടോ ഫോക്കസ് മോഡും ചെറിയൊരു സൂം ഔട്ട് സൂം ഇൻ ആ സംഭവങ്ങളും പിന്നെ നമുക്ക് ലൈവ് ഫോക്കസ് ലഭിക്കുന്നു. ലൈവ് ഫോക്കസിനകത്ത് നല്ലപോലെ ബ്ലർ ആവുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് നല്ല അടിപൊളിയായിട്ട് ബ്ലർ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുകയാണെങ്കിൽ സെൽഫി വീഡിയോ മോഡാണ്, അതും അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് ലഭിക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ്. നമുക്കിനിയും കുറച്ച് ക്യാമറ സാമ്പിൾസും സെൽഫിയുടെ ക്യാമറ സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് നോക്കാം. ഫിംഗർ പ്രിൻറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുമ്പോൾ അവർ കുറേ സംഭവങ്ങളൊക്കെ സാധാ ഒരു നോർമൽ പാറ്റേൺ ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ അടുത്ത് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് വെക്കുകയാണ്. ബാക്ക് സൈഡിലാണ് ഫിംഗർ പ്രിൻറ്റ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇൻ ഡിസ്പ്ലേ നമുക്കറിയാം സാംസങ്ങിൻ്റെ A30 ഇപ്പോഴത്തെ A30s A50s ഒക്കെ ബാക്ക് സൈഡിൽ അതായത് ഇൻ ഡിസ്പ്ലേ ആയിരുന്നു ഫിംഗർ പ്രിൻറ്റ്. അപ്പോൾ നമുക്ക് ഇത് ബാക്ക് സൈഡിലായതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യും. കാരണം നമുക്കറിയാം A50യുടെ ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ലാഗിങ് ആയിരുന്നു. കാരണം നമുക്ക് ഇൻ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഒരു ലാഗിങ് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് A10sൻ്റെ ഫിംഗർ പ്രിൻറ്റ് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ, അത്യാവശ്യമല്ല തരക്കേടില്ലാതെ നല്ലൊരു സ്പീഡ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, കാണാൻ സാധിക്കും. കണ്ടോ, ജസ്റ്റ് ഞാൻ കൈ വെക്കുമ്പോൾ തന്നെ ഒരു കുഴപ്പമില്ലാതെ ആവുന്നുണ്ട്. ഒന്നുകൂടെ കാണിക്കാം. കണ്ടോ, കുഴപ്പമില്ലാതെ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് അതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഫോൺ. നമ്മുടെ ഇതിൻ്റെ സംഭവങ്ങളെല്ലാം സ്പെസിഫിക്കേഷൻസ് എല്ലാം വിവരിച്ച് പറഞ്ഞെന്ന് പ്രതീക്ഷിക്കുന്നു, നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടും ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോണാണ്. നമുക്കറിയാം 10,000 രൂപയ്ക്ക് താഴെയുള്ള 9,500 രൂപയുള്ളൂ പ്രൈസ്. നല്ലൊരു സാംസങ് ഡിവൈസായിട്ട് നമുക്ക് കണക്കാക്കാം. ഡ്യുവൽ ക്യാമറ, പോർട്രേറ്റ് മോഡ് അതുപോലത്തെ ഫീച്ചർ എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടെ ചെയ്തേക്കണം. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്തേക്കണം. പിന്നെ ഇത്രയുള്ള വീഡിയോ ചാനൽ ഞാൻ ഈ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു ഉപകാരപ്രദമായ മറ്റൊരു നല്ലൊരു വീഡിയോ അടുത്ത എപ്പിസോഡ് കാണുന്നവരെ ഇറ്റ്സ് മീ ഗോപികൃഷ്ണ സൈനിങ്.